ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച നിർമ്മാതാവ്. പ്രേക്ഷക നിരൂപക പ്രശംസ ഒരുപോലെ നേടിയ സിനികളുടെ സംവിധായകനും നിർമ്മാണത്തിൽ പങ്കാളി. ആദ്യ ചിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയ സംവിധായകൻ. ഷെബിൻ ബക്കറും മഹേഷ് നാരായണനും ചേർന്ന് നിർമ്മിച്ച് അഖിൽ അനിൽകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തലവരയ്ക്ക് ടിക്കറ്റെടുക്കാൻ കാരണങ്ങൾ ഏറെയായിരുന്നു. കാത്തിരിപ്പിന് അതിന്റെ മൂല്യം തിരിച്ചു നൽകിയ ചിത്രമായി മാറുന്നു ഒടുവിൽ സ്ക്രീനിൽ തെളിഞ്ഞ തലവര. സിനിമകളുടെ സമവാക്യത്തിലെ വാണിജ്യമൂല്യത്തിന്റെയും കലാമൂല്യത്തിന്റെയും പേരിൽ ആഘോഷിക്കപ്പെട്ട അണിയറക്കാരുടെ കൂടിച്ചേരൽ എന്നതിനൊപ്പം അർജുൻ അശോകന്റെ ഗെറ്റപ്പും വലിയ ആകാംക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. മുഖത്തും ശരീരത്തിലും വെള്ളപ്പാടുള്ള, അത് മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യുവാവിന്റെ വേഷം മികച്ചതായി തന്നെ അർജുൻ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സമൂഹത്തിന്റെ കാഴ്ചയിലെ വലുതൊന്നും ആഗ്രഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിന്ന് വരുന്ന യുവാവിന് തന്റെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ അനുഭവിക്കേണ്ടിവരുന്ന പ്രതിസന്ധികളാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഈ അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന യുവാവ് അനുഭവിക്കുന്ന സംഘർഷങ്ങൾ വിശ്വസനീയമായി അവതരിപ്പിക്കാൻ അർജുന് സാധിച്ചിട്ടുണ്ട്. വെള്ളപ്പാണ്ടുള്ള ജ്യോതിഷ് എന്ന കഥാപാത്രമായാണ് അർജുൻ അശോകൻ തലവരയിൽ എത്തുന്നത്. വെള്ളപ്പാണ്ട് എന്ന അവസ്ഥ അയാൾ തന്നെയും സമൂഹവും അയാളുടെ വൈകല്യമായി അടിച്ചേൽപ്പിക്കുന്നു. ലോകത്തെ അഭിമുഖീകരിക്കാൻ മടിക്കുന്ന ജ്യോതിഷിന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി വന്നുചേരുന്ന പ്രണയവും അത് തലയുയർത്തി നിൽക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്നതുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. കണ്ടുശീലിച്ച കഥകളും ഒഴുക്കുമാണെങ്കിലും പുതിയ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നത് ചിത്രത്തിന് പുതുമ നൽകുന്നുണ്ട്. പൊതുവെ അടുത്ത കാലത്ത് മലയാളം ചിത്രങ്ങളിൽ കാണാത്ത പാലക്കാടിന്റെ ഒരു ഭാഗമാണ് ചിത്രത്തിൽ കഥ പറയാനായി ഉപയോഗിച്ചിരിക്കുന്ന ഭൂമിക. കുടുംബ പശ്ചാത്തലത്തിന് പുറമേ സമൂഹം പരിമിതിയായി കരുതുന്ന സാഹചര്യവും കൂടെ നരകമാക്കുന്ന ജീവിതത്തിൽ തലയുയർത്തി നിൽക്കാനുള്ള ജ്യോതിഷ് എന്ന കഥാപാത്രത്തിന്റെ ശ്രമമാണ് ചിത്രത്തെ മുന്നോട്ടു നയിക്കുന്നത്. തലവരയിൽ ഒരു രംഗത്തിൽ കാണിക്കുന്നതുപോലെ തന്റെ പാടുകൾ ഓരോന്നും മായ്ക്കാൻ വിഫലശ്രമം നടത്തുമ്പോൾ അത് വലിയ മുറിവുകളായി മാറുകയും ചോര പൊടിയുകയും ചെയ്യുന്നു. ഒടുവിൽ അയാൾ മുന്നോട്ടു പോകുമ്പോൾ പാടുകൾ മായ്ക്കാതെ തന്നെ തനിക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയും എന്ന തിരിച്ചറിവിലേക്ക് എത്തിച്ചേരുന്നു. ഇത് സമർത്ഥമായി തിരക്കഥയാക്കാനും സ്ക്രീനിൽ പ്രതിഫലിപ്പിക്കാൻ തിരക്കഥാകൃത്തുക്കൾക്കും സംവിധായകനും സാധിക്കുന്നുണ്ട്. സംവിധായകൻ അഖിൽ അനിൽകുമാറിന്റേതാണ് കഥ. ഇത് അപ്പു അസ്ലമും ചേർന്ന് തിരക്കഥയാക്കിയിരിക്കുന്നു. ഏച്ചുകെട്ടലില്ലാത്ത പാലക്കാടൻ ജീവിതങ്ങളെ, ചിത്രത്തിലെ നാടകീയതകളെ പ്രേക്ഷകർക്ക് മികച്ചതായി അനുഭവിപ്പിക്കാൻ അനിരുദ്ധ് അനീഷിന്റെ ഛായാഗ്രഹണത്തിന് സാധിക്കുന്നുണ്ട്. ചെറുതും വലുതുമായ വേഷങ്ങളിലെത്തിയ എല്ലാ അഭിനേതാക്കളുടെയും പ്രകടനം എടുത്തുപറയേണ്ടതാണ്. ഗെറ്റപ്പിനപ്പുറം തന്റെ പ്രകടനം കൊണ്ടുതന്നെയാണ് അർജുൻ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നത്. അർജുന്റെ നായികയായി എത്തിയ രേവതി ശർമ്മ തന്റെ ഭാഗം മികച്ചതായി തന്നെ അവതരിപ്പിച്ചു. തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമായാണ് രേവതി ശർമ്മ എത്തുന്നത്. ചിത്രത്തിൽ എടുത്തുപറയേണ്ട കഥാപാത്രം അശോകന്റെ കണ്ണപ്പൻ എന്നതാണ്. സിനിമാ പ്രേമം മൂത്ത് അധ്വാനിച്ചുണ്ടാക്കി പണമെല്ലാം നഷ്ടപ്പെട്ട, എല്ലാ പുതിയ റിലീസിനും ഭാര്യയുടെ പണത്തിന് തിയേറ്ററിൽ പോകുന്ന അർജുൻ അശോകന്റെ അച്ഛൻ കഥാപാത്രത്തെയാണ് അശോകൻ അവതരിപ്പിക്കുന്നത്. അമ്മ വേഷത്തിലെത്തിയ ദേവദർശിനി ചേതൻ, അളിയൻ കഥാപാത്രമായി എത്തിയ ശരത് സഭ, സഹോദരിയായെത്തിയ ആതിര മറിയം, സംവിധാനസഹായി വേഷത്തിലെ അഭിറാം രാധാകൃഷ്ണൻ, വിഷ്ണു രഘു, മുഹമ്മദ് റാബി, മനോജ് മോസസ് എന്നിവരുടെ പ്രകടനം ശ്രദ്ധേയമാണ്. ചെറുവേഷങ്ങളിലെത്തിയ മറ്റ് അഭിനേതാക്കളും അവരുടെ ഭാഗം ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നു. അർജുൻ അശോകന്റെ കഥാപാത്രത്തിന്റെ പശ്ചാത്തലം മാറ്റിയാൽ അയാൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളോട് ഏറെയും യുവപ്രേക്ഷകർക്ക് ഒരുപക്ഷെ താദാത്മ്യപ്പെടുത്താൻ സാധിച്ചേക്കും. കുടുംബ പ്രേക്ഷകരും ഒരുപോലെ ഇഷ്ടമാവാൻ സാധ്യതയുള്ളതാണ് ചിത്രം.